ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഇത് മോൻ്റെ സ്കൂളിലെ PTA പോയതാണ്. ഹസ്ബൻഡാണ് പോകാമെന്ന് പറഞ്ഞതോ. ടൈം ആയപ്പോൾ പുള്ളിക്കാരൻ കാലുമാറി. അപ്പോൾ ഞാൻ പോയി. മോള് കൂടെ ഇല്ല, മോളുടെ സ്കൂളിലായിരുന്നു. ഞാൻ പിന്നെ മോൻ്റെ സ്കൂളിലേക്ക് പോയി. ചെന്നപ്പോൾ അവിടെ സ്റ്റാർട്ടായി. മക്കൾ ഈ 4ാം ക്ലാസ്സിലുള്ള പിള്ളേരുടെ PTA ആയിരുന്നു. അപ്പം ആ പിള്ളേർ തന്നെ കേട്ടോ ഈ പേപ്പറൊക്കെ കൊണ്ട് ക്യാൻഡിൽ മേക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് വെൽക്കം സോങ് ആയിട്ട്, പ്രെയർ സോങ് ആയിട്ട് അവർ പിള്ളേർ തന്നെ എല്ലാം ചെയ്യുന്നത്. ഡാൻസും പെർഫോമൻസും കാര്യങ്ങളും, പിന്നെ എല്ലാവരെയും ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് ഓരോരുത്തരെ വിളിക്കുന്നതും കാര്യങ്ങളെല്ലാം പിള്ളേർ തന്നെയാണ്. അത് നല്ല ഓരോ പിള്ളേരും ഫുൾ ഇംഗ്ലീഷിലാണ് വർത്താനം. നല്ല സൂപ്പറായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യേണ്ടത്, എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് നല്ല എഫേർട്ട് എടുത്താണ് മക്കളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഡാൻസ് കണ്ടിരുന്നു. ഡാൻസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിപ്പോയി. എന്നറിയാമോ, നമ്മുടെ ചെറുപ്പത്തിലേക്ക് പോയി. നമ്മുടെ ചെറുപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു സങ്കടം വന്നത്, പെട്ടെന്നൊരു സങ്കടം വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഡാൻസെല്ലാം കണ്ട് അങ്ങനെ ഇരുന്നു. എല്ലാ പിള്ളേരും നന്നായിട്ട് കളിച്ചു. നല്ല സൂപ്പറായിട്ട് നല്ല ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ചൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ചു. പിന്നെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് പിന്നെ മിസ്മാരുടെ അടുത്ത് പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കഫേയിലേക്കാണ്. കഫേ ഫാർഗോസി. അവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കി. വിശന്ന് മഴയും കൂടെ പെയ്തപ്പോൾ ഭയങ്കര വിശക്കാൻ തുടങ്ങി. അവിടെ കയറിപ്പോൾ കിടക്കുന്നു എല്ലാം കോസ്റ്റ്ലി ആയിട്ട്. പിന്നെ ഞങ്ങൾ പിന്നെ 2 ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. ഞാൻ നോക്കിയിട്ട് അതേ ഉള്ളൂ, 100 രൂപ താഴെ ഉള്ളൂ. ബാക്കി എല്ലാം മോമോസും അതും ഇതും എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷെ എന്നിട്ട് ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തത് പിസ്സ ആയിരുന്നു. ഷവർമ ഓർഡർ ചെയ്തു. എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഓർഡർ ചെയ്തില്ല കേട്ടോ, എന്തോ മോനിക്ക് തന്നെ കൊടുത്തു. മോൻ അപ്പോൾ ഞാനോർത്ത് അവൻ കഴിക്കത്തില്ല എന്ന് ഓർത്തു. എവിടെ കിട്ടി, വിശന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടായില്ലേ, വിശന്നങ്ങ് ഇരിക്കുമായിരുന്നു. അത് മൊത്തവും കഴിച്ചു. ലാസ്റ്റ് ഇന്ന് അമ്മി വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞ ഒരു ശകലം തന്നു. പിന്നെ ഞാനെന്നാൽ ഇറങ്ങി. പിന്നെ ഞങ്ങളെല്ലാം കഴിച്ചു, അങ്ങോട്ട് ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് വേഗം വന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വെളിയിൽ ഭയങ്കര മഴ. പിന്നെ മഴയെല്ലാം കഴിഞ്ഞ് എന്നാൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ പോലും ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നല്ല രുചിയുണ്ട്, ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് പാഴ്സൽ മേടിക്കാമെന്ന്. ഞാൻ പറഞ്ഞു മിണ്ടാതിരുന്നു, പാഴ്സൽ ഇനിയിപ്പോൾ അതും കഴിഞ്ഞ് എല്ലാം എടുക്കാനാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞ് കൈ കഴിക്കുന്നപ്പോൾ പറയും, അമ്മി നമുക്ക് ഇനി അപ്പായുമായിട്ട് വരണം. ഞാൻ വയനാട്ട് പോകുന്നേക്കാൾ നല്ല അപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ മേടിച്ചു കിട്ടുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വെളിയിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതാണ് മോൻ്റെ സ്കൂളിലേക്ക് ചെയ്യാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.